ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ഏകാന്തതയും ഏകാകിത്വവും ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വ്യത്യാസം. ഒരിക്കലെങ്കിലും ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോഴും നിങ്ങൾക്കുള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ചില മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടും മനസ്സ് അസാധാരണമായ ഒരു സമാധാനം കണ്ടെത്തിയിട്ടുണ്ടോ? ഈ രണ്ട് അനുഭവങ്ങളും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപോലെ തോന്നാം. രണ്ടിലും നമ്മൾ ഒറ്റയ്ക്കാണ്. പക്ഷേ മനഃശാസ്ത്രപരമായും ആത്മീയമായും ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ കാഴ്ചപ്പാടിലും ഇവ രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും പോലെ വ്യത്യസ്തമാണ്. ഏകാകിത്വം, ഇംഗ്ലീഷിൽ ലോൺനെസ് എന്നത് മറ്റുള്ളവരിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടുവെന്ന വേദനയാണ്. ഏകാന്തത, അതായത് സോളിറ്റ്യൂഡ് എന്നത് സ്വന്തം ആത്മാവുമായി ബന്ധപ്പെടുന്ന സന്തോഷമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തെ കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറും. എന്താണ് ഏകാകിത്വം? ലോൺനെസ്. ഏകാകിത്വം എന്നത് വെറും ഒറ്റയ്ക്കായിരിക്കുക എന്നതല്ല. നമ്മെ ആരും മനസ്സിലാക്കുന്നില്ല, ആരും നമ്മെ വിലമതിക്കുന്നില്ല, ആരുമായി യഥാർത്ഥ ബന്ധമില്ല എന്ന തോന്നലാണ് ഏകാകിത്വം. ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു നഗരത്തിൽ ജീവിച്ചാലും ഒരാൾക്ക് ഏകാകിത്വം അനുഭവപ്പെടാം. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായാലും ഉള്ളിൽ ശൂന്യത നിറഞ്ഞിരിക്കാം. ഏകാകിത്വം മനസ്സിനോട് പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ആരുടെയും ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളല്ല, എനിക്ക് സംസാരിക്കാൻ ഒരാളുമില്ല. ഇത്തരത്തിലുള്ള വികാരങ്ങൾ ദീർഘകാലം നിലനിൽക്കുമ്പോൾ അത് മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും. സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ, ഉറക്കക്കുറവ്, ഹൃദ്രോഗ സാധ്യത എന്നിവയുമായി ദീർഘകാല ഏകാകിത്വത്തിന് ബന്ധമുണ്ടെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാരണം മനുഷ്യൻ ബന്ധങ്ങൾക്കായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയാണ്. എന്താണ് ഏകാന്തത? ഏകാന്തത അതിൻ്റെ നേരെ വിപരീതമാണ്. സ്വയം തിരഞ്ഞെടുക്കുന്ന നിശബ്ദ സമയമാണ് ഏകാന്തത. ആരും തള്ളിക്കളഞ്ഞതുകൊണ്ടല്ല ഒറ്റയ്ക്കിരിക്കുന്നത്. സ്വന്തം മനസ്സിനെ കേൾക്കാനും സ്വയം മനസ്സിലാക്കാനും ജീവിതത്തെ ആഴത്തിൽ ചിന്തിക്കാനുമാണ് ഒരാൾ ഏകാന്തത തിരഞ്ഞെടുക്കുന്നത്. ഏകാന്തതയിൽ ശൂന്യതയില്ല, അവിടെ സമാധാനമുണ്ട്, അവിടെ വ്യക്തതയുണ്ട്, അവിടെ ആത്മപരിചയമുണ്ട്. ലോകത്തിലെ മഹാന്മാരായ ചിന്തകരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരും ആത്മീയ ഗുരുക്കന്മാരും ഏകാന്തതയെ സ്നേഹിച്ചിരുന്നു. കാരണം അവർ അറിഞ്ഞിരുന്നു, സൃഷ്ടിപരമായ ആശയങ്ങൾ നിശബ്ദതയിൽ ജനിക്കുന്നു, ജ്ഞാനം ആത്മചിന്തയിൽ വളരുന്നു, വ്യക്തിത്വം ഏകാന്തതയിൽ രൂപപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന വ്യത്യാസം, ഈ രണ്ടിൻ്റെയും പ്രധാന വ്യത്യാസം തിരഞ്ഞെടുപ്പിലാണ്. ഏകാകിത്വം പറയുന്നു, എന്നെ ആർക്കും വേണ്ട. ഏകാന്തത പറയുന്നു, ഈ സമയം ഞാൻ എൻ്റെ വളർച്ചയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. ഏകാകിത്വം മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു, ഏകാന്തത മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. ഏകാകിത്വം ഭയം സൃഷ്ടിക്കുന്നു, ഏകാന്തത ആത്മവിശ്വാസം വളർത്തുന്നു.
ഇന്നത്തെ ലോകത്ത് എന്തുകൊണ്ട് ഏകാകിത്വം വർദ്ധിക്കുന്നു? സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകളുമായി സംസാരിക്കാൻ കഴിയും. എന്നിട്ടും എന്തുകൊണ്ടാണ് ഏകാകിത്വം വർദ്ധിക്കുന്നത്? കാരണം ആശയവിനിമയം വർദ്ധിച്ചു, പക്ഷേ ഹൃദയബന്ധങ്ങൾ കുറഞ്ഞു. ലൈക്കുകളും കമൻറ്റുകളും യഥാർത്ഥ സ്നേഹത്തിന് പകരമാകില്ല. ഡിജിറ്റൽ ബന്ധങ്ങൾ പലപ്പോഴും ആത്മബന്ധങ്ങളല്ല. മറ്റുള്ളവരുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ മാത്രം കണ്ടുകൊണ്ട് സ്വന്തം ജീവിതവുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏകാകിത്വം കൂടുതൽ ആഴത്തിലാകുന്നു. ഏകാന്തതയുടെ ശക്തി, ആരോഗ്യകരമായ ഏകാന്തത നിരവധി അനുഗ്രഹങ്ങൾ നൽകുന്നു. ചിന്ത കൂടുതൽ ആഴമാകും, സൃഷ്ടിപരമായ കഴിവുകൾ വളരും, തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തതയോടെ എടുക്കാൻ കഴിയും. അതുപോലെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കും. സ്വന്തം ശക്തിയും ദൗർബല്യവും തിരിച്ചറിയാൻ കഴിയും. പ്രതിദിനം കുറച്ച് സമയം ശാന്തമായി ചിലവഴിക്കുന്നവർക്ക് ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ കൂടുതൽ പക്വതയോടെ നേരിടാൻ സാധിക്കും. ഏകാകിത്വത്തെ എങ്ങനെ ഏകാന്തതയായി മാറ്റാം? ഈ മാറ്റം പുറത്തല്ല, ഉള്ളിലാണ് ആരംഭിക്കുന്നത്. സ്വന്തം കൂട്ടായ്മ ആസ്വദിക്കാൻ പഠിക്കുക. പ്രതിദിനം കുറച്ച് സമയം മൊബൈൽ ഫോൺ മാറ്റിവെച്ച് നടക്കുക. പ്രചോദനാത്മകമായ പുസ്തകങ്ങൾ വായിക്കുക. ഡയറി എഴുതുക. ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പുതിയ കഴിവുകൾ അഭ്യസിക്കുക. ഇതെല്ലാം മനസ്സിനെ പതുക്കെ ഏകാകിത്വത്തിൽ നിന്ന് ഏകാന്തതയിലേക്ക് നയിക്കും. സന്തുലിതാവസ്ഥയാണ് യഥാർത്ഥ ശക്തി. മനുഷ്യന് മറ്റുള്ളവരുടെ സ്നേഹവും ആവശ്യമാണ്, പക്ഷേ സ്വന്തം മനസ്സുമായുള്ള ബന്ധവും അത്ര തന്നെ ആവശ്യമാണ്. ജീവിതം ശ്വാസോച്ഛ്വാസം പോലെയാണ്. ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, മറ്റൊന്ന് പുറത്തേക്ക് വിടുന്നു. അതുപോലെ ജീവിതത്തിനും രണ്ട് കാര്യങ്ങൾ വേണം: മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധം, സ്വന്തം ആത്മാവുമായി ആഴത്തിലുള്ള ബന്ധം. ഈ രണ്ടും ഒരുപോലെ പ്രധാനമാണ്. അവസാന ചിന്ത: ഏകാകിത്വവും ഏകാന്തതയും പുറത്ത് നിന്ന് ഒരുപോലെ തോന്നാം, പക്ഷേ ഒന്നിൽ ശൂന്യതയുണ്ട്, മറ്റൊന്നിൽ സമാധാനമുണ്ട്. ഒന്ന് പറയുന്നു എനിക്ക് ആരുമില്ല, മറ്റൊന്ന് പറയുന്നു എനിക്ക് ഞാനുണ്ട്. സ്വന്തം മനസ്സിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പഠിച്ച ഒരാൾക്ക് ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും അവൻ ഒരിക്കലും യഥാർത്ഥത്തിൽ ഏകാഗിയാകില്ല. കാരണം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധം മറ്റാരുമായുമല്ല, സ്വന്തം ആത്മാവുമായുള്ള ബന്ധമാണ്. ആ ബന്ധം ശക്തമാവുമ്പോൾ ഏകാന്തത ശിക്ഷയല്ല, അത് സ്വാതന്ത്ര്യമാണ്, അത് വളർച്ചയാണ്, അത് ആന്തരിക സമാധാനത്തിലുള്ള ഏറ്റവും മനോഹരമായ യാത്രയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രദമായെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.